അവസാന പരീക്ഷയായി ഗുരു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, താഴ്വാരത്തിൽ ചെന്ന് പൂക്കൾ പറിച്ചു കൊണ്ടുവരിക. ഏറ്റവും ഭംഗിയായി പൂക്കൾ പറിക്കുന്നവനാണ് നിങ്ങളിലെ വിജയി. യാത്രയായ ശിഷ്യന്മാർ കണ്ടത് മണ്ണിടിഞ്ഞു വീണ് വഴി തടസ്സപ്പെട്ടിരിക്കുന്നതാണ്. എങ്കിലും അവർ പൂക്കളുമായി വന്നു. ഗുരു എത്തിയപ്പോൾ എങ്ങനെയാണ് പൂക്കൾ പറിച്ചതെന്ന് ഓരോരുത്തരോടും ചോദിച്ചു. ഒരുവൻ പറഞ്ഞു, മണ്ണിടിഞ്ഞ് വഴി തടസ്സപ്പെട്ടിരുന്നതിനാൽ മറ്റൊരു വഴിയിലൂടെയാണ് ഞാൻ പോയി പൂക്കൾ പറിച്ചത്. രണ്ടാമൻ പറഞ്ഞു, ഇടിഞ്ഞു വീണ മണ്ണിന് മുകളിലൂടെ കഷ്ടപ്പെട്ട് കയറിപ്പോയാണ് ഞാൻ പൂക്കൾ പറിച്ചത്. മൂന്നാമൻ പറഞ്ഞു, ഇടിഞ്ഞു വീണ മണ്ണ് നീക്കി പിന്നാലെ വരുന്നവർക്ക് വേണ്ടി കൂടി വഴിയൊരുക്കിയാണ് ഞാൻ പോയി പൂക്കൾ പറിച്ചത്. ഗുരു ശിഷ്യരോട് പറഞ്ഞു, മക്കളെ, തടസ്സങ്ങൾ വരുമ്പോൾ മറ്റൊരു വഴി തേടുന്നതും തടസ്സങ്ങൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യുന്നതുമൊക്കെ നല്ലത് തന്നെ. എന്നാൽ വഴിയൊരുക്കി മുന്നോട്ട് പോകുന്നതാണ് അതിവിശിഷ്ടം. പ്രിയരെ, നമുക്ക് വഴിമുടക്കികളാകുക എന്നത് എളുപ്പമാണ്. വഴിയൊരുക്കുന്നവരാകുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. വഴിയൊരുക്കുന്നവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. ഗോഡ് ബ്ലെസ് യു.